Hello, good morning. Next topic is International Money Market. International Finance എന്ന നമ്മുടെ പേപ്പറിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്. International money market is a market where international currency transactions between numerous central banks of countries are carried on. International money market is a market where international currency transactions between numerous central banks of countries are carried on. വ്യത്യസ്ത രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ തമ്മിൽ ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്ത് മണി മാർക്കറ്റിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കറൻസീസാണ്. ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൻട്രൽ ബാങ്കുകളാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള സെൻട്രൽ ബാങ്കുകൾ തമ്മിൽ ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ദ ട്രാൻസാക്ഷൻസ് ആർ മെയിൻലി ക്യാരിഡ് ഔട്ട് യൂസിങ് ഗോൾഡ് ഓർ ദ US ഡോളേഴ്സ് ആസ് എ ബേസ്. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്ത് ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഗോൾഡിൻ്റെയോ US ഡോളേഴ്സിൻ്റെയോ ബേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കറൻസി ട്രാൻസാക്ഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ഗോൾഡോ US ഡോളേഴ്സോ ആയിരിക്കും. അപ്പോൾ ഗോൾഡിൻ്റെയോ US ഡോളേഴ്സിൻ്റെയോ ബേസിൽ ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ട്രാൻസാക്ഷനാണ് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്ത് നടക്കുന്നത്. നോർമൽ കേസിൽ നമുക്കറിയാം ഒരു മണി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് സോ ഇറ്റ് ഈസ് ദ സേഫസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവൈലബിൾ ഫോർ കറൻസി ട്രാൻസാക്ഷൻസ്. കറൻസി ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റാണ് നോർമലി ഒരു മണി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളുമൊക്കെയാണ്. കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ വലിയ വലിയ സ്ഥാപനങ്ങൾ, അത്തരത്തിലുള്ള കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഗവൺമെൻറ്റുകൾ, നാഷണൽ ഗവൺമെൻറ്റുകളുമൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ സേഫസ്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? കറൻസീസാണ് അതിലൂടെ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇൻ്റർനാഷണൽ കറൻസീസ് ട്രാൻസാക്ഷനാണ് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്ത് നടത്തുന്നത്. കറൻസീസിൻ്റെ ഡീലിങ്സ് ആയതുകൊണ്ട് തന്നെ കമ്പാരറ്റീവ്ലി ഇത് വളരെ സേഫസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ റിസ്ക് കുറവുമാണ്. അല്ലേ? റിസ്ക് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് റിട്ടേൺ കുറവായിരിക്കും. റിസ്ക് കൂടുമ്പോഴാണ് റിട്ടേൺ കൂടുക. അപ്പോൾ മണി മാർക്കറ്റിനകത്ത് റിട്ടേൺ കുറവായിരിക്കും, റിസ്ക് കുറവായിരിക്കും, അതുപോലെ തന്നെ വളരെ സേഫായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് ദ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻക്ലൂഡ് the money borrowed or lent by the governments or the large financial institutions. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്ത് ബേസിക് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പണത്തിൻ്റെ ബോറോയിങ്ങും ലെൻഡിങ്ങും നടത്തുന്നത് ഗവൺമെൻറ്റ്സ് ആയിരിക്കും, നാഷണൽ ഗവൺമെൻറ്റ്സ് ആയിരിക്കും. വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലാണ് നടത്തുന്നത്. അല്ലേ? വ്യത്യസ്ത രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക്സ് തമ്മിലാണ് നടത്തുന്നതെങ്കിൽ അതിനെ നാഷണൽ ലെവലിൽ ഗവൺമെൻറ്റ്സുകളായിരിക്കും, അതല്ലെങ്കിൽ ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിരിക്കും, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളായിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് പണത്തിൻ്റെ ബോറോയിങ്ങും ലെൻഡിങ്ങും ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്ത് നടത്തുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ദ മേജർ റെസ്പോൺസിബിലിറ്റി ഈസ് ഹാൻഡിൽഡ് ബൈ ദ കറൻസി ട്രേഡിംഗ് ബിറ്റ്വീൻ ദ കൺട്രീസ്. വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? കറൻസീസിൻ്റെ ട്രേഡിംഗ് നടത്തുന്നത്. ദ പ്രോസസ് ഓഫ് ട്രേഡിംഗ് ഇൻ കറൻസീസ് വിത്ത് അനദർ വൺ. മറ്റു രാജ്യവുമായിട്ട് ഒരു രാജ്യം കറൻസീസിൻ്റെ ട്രേഡിംഗ് നടത്തുമ്പം അതിനെ പറയുന്ന പേരാണ് ഫോറക്സ് ട്രേഡിംഗ്. ഓക്കെ, ഫോറക്സ് ട്രേഡിംഗ് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രോസസ് ഓഫ് ട്രേഡിംഗ് ദ കറൻസി വിത്ത് അനദർ വൺ. ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട്
കറൻസീസിൻ്റെ ട്രേഡിംഗ് നടത്തുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോറക്സ് ട്രേഡിംഗ്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് നോർമൽ കേസിൽ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണിത് കേട്ടോ. അപ്പോൾ ദ പ്രോസസ് ഓഫ് ട്രേഡിംഗ് ദ കറൻസി വിത്ത് അനദർ വൺ ഈസ് ആൾസോ നോൺ ആസ് ഫോറക്സ് ട്രേഡിംഗ്. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്തും അത് തന്നെ നടക്കുന്നത്. സോ ഇൻ്റർനാഷണൽ കറൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് നടത്തുന്നു അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്നു വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത തമ്മിൽ. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ട്രേഡിംഗ് കറൻസി വിത്ത് അനദർ വൺ. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഫോറക്സ് ട്രേഡിംഗ്. നെക്സ്റ്റ് മേജർ പ്ലേയേഴ്സ് ആണ്. The players of the market are not individuals. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്തെ മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് അല്ല. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ്റ്സ്, വ്യത്യസ്ത രാജ്യങ്ങളിലെ ഗവൺമെൻറ്റ്സ് തമ്മിലാവാം, ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തമ്മിലാവാം, കോർപ്പറേറ്റുകൾ തമ്മിലാവാം അല്ലേ. അപ്പോൾ അവിടെ ദ മേജർ പ്ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽസ് അല്ല. സോ ദ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ലെസ് റിസ്കി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണി മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ റിസ്കി അല്ല. റിസ്ക് കുറവാകാൻ കാരണം കറൻസി ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്. ഓക്കെ, സോ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ less risky and the returns obtained from the investment are less too. റിസ്ക് കുറയുമ്പം റിട്ടേണും കുറയും. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിട്ടേൺ എന്ന് പറയുന്നതും ലെസ്സാണ്. ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ഇൻ ദ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഈസ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഓർ ട്രഷറി ബിൽ. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനകത്തെ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടാണ്, അതല്ലെങ്കിൽ ട്രഷറി ബിൽസ് ആണ്. ഓക്കെ, ട്രഷറി ബില്ലിൻ്റെയും അതുപോലെ തന്നെ മണി മാർക്കറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഒക്കെ പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്, വെരി ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമാണ്. ഓക്കെ, വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്ന് പറയാൻ കാരണം. സം ഓഫ് ദ മേജർ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആർ. പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ്, ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന മണി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ് സിറ്റി ഗ്രൂപ്പ്, HSBC, ബർക്ലേസ് ക്യാപിറ്റൽ, UBS AG, റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ്, ദെൻ ബാങ്ക് ഓഫ് അമേരിക്ക എക്സെട്ര. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മേജർ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ്. സിറ്റി ഗ്രൂപ്പ്, HSBC, ബർക്ലേസ് ക്യാപിറ്റൽ, UBS AG, റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ്, ദെൻ ബാങ്ക് ഓഫ് അമേരിക്ക. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട്, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇനി ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ഇൻ്റർനാഷണൽ കറൻസി ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ന്യൂമറസ് സെൻട്രൽ ബാങ്ക്സ് ഓഫ് കൺട്രീസ് ആർ ക്യാരിഡ് ഓൺ. വ്യത്യസ്ത രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക്സുകൾ തമ്മിൽ നടത്തുന്ന ഇൻ്റർനാഷണൽ കറൻസി ട്രാൻസാക്ഷൻ നടത്തുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ബേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒന്നുകിൽ ഗോൾഡ് ആയിരിക്കും, അതല്ലെങ്കിൽ US ഡോളർ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.